ഇന്ത്യൻ ഇലക്ഷൻ ഇപ്പോൾ സംഭവബഹുലമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇലക്ഷനോടനുബന്ധിച്ചാണ് നാം തൊഴിലില്ലായ്മയും ആഭ്യന്തര പ്രശ്നങ്ങളും ഇൻഫ്ലേഷനുമൊക്കെ അതിശക്തമായി ചർച്ച ചെയ്യുന്നത്. ഈ കൊഴുക്കുന്ന ചർച്ചകൾക്കൊടുവിൽ ഭരിക്കാൻ യോഗ്യരെന്ന് തോന്നുന്ന നേതാക്കൾക്ക് നമ്മൾ വോട്ട് ചെയ്യുകയും ചെയ്യും. പിന്നൊരു കൂട്ടർ ഇതിലൊന്നും പെടാതെ തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. എന്നാൽ പതിവിന് വിപരീതമായി 2024 ഇന്ത്യൻ ഇലക്ഷൻ വിദേശ രാജ്യങ്ങളും നേതാക്കളും അവിടുത്തെ മാധ്യമങ്ങളും വരെ ഏറ്റുപിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റൊരു പ്രത്യേകത, ഇന്ത്യയെ താറടിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കാനും ആൾക്കാർ വരുന്നു എന്നുള്ളതാണ്. അമേരിക്ക ഈയിടെ ഇന്ത്യയാണ് ഖാലിസ്ഥാനി ഭീകര നേതാവ് പന്നുവിനെ കൊല്ലാൻ ആളിനെ വിട്ടതെന്ന് ആരോപണവുമായി രംഗത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് റഷ്യയാണ്. പന്നുവിനെ കൊല്ലാൻ ഇന്ത്യ ആൾക്കാരെ അയച്ചെന്ന് പറയുന്നതല്ലാതെ അമേരിക്ക ഇതുവരെ തെളിവൊന്നും നൽകിയിട്ടില്ലെന്ന് ഈ റഷ്യൻ പ്രതിനിധി പറയുന്നു. ഇത്തരം ആരോപണങ്ങളിലൂടെ ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കി ഇലക്ഷനെ സ്വാധീനിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും ഈ പ്രതിനിധി തന്നെ പറഞ്ഞുവച്ചു. സംഗതി കൊള്ളാം. ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് US ഇത്തരം പ്രശ്നങ്ങളുമായി വരുന്നത് ഇലക്ഷനെ സ്വാധീനിക്കാനാണെന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം റഷ്യ ഈ പ്രശ്നത്തിൽ തലയിടുന്നതിന് പിന്നിൽ അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും നമുക്കറിയാം. അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിലും ഇന്ത്യയും US തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നാണ്. പല സ്ഥലങ്ങളിലെയും ഇലക്ഷനിൽ കടന്നുകയറ്റം നടത്തുന്ന റഷ്യയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈയിടെ ഒരു സമ്മേളനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ചില വിദേശ രാജ്യങ്ങൾ നമ്മുടെ ഇലക്ഷനെ സ്വാധീനിക്കുവാൻ ശ്രമം നടത്തുകയാണെന്ന് ആരോപിച്ചിരുന്നു. അവർ അഭിപ്രായ പ്രകടനം നടത്തുക മാത്രമല്ല, പോളിംഗിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക കൂടി ചെയ്യുകയാണെന്നും അവർക്കിതുവരെ ഇക്കാര്യത്തിൽ വിജയിക്കാനായിട്ടില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി പേരെടുത്ത് പറയാതെ ഇന്ത്യൻ ഇലക്ഷനെ സ്വാധീനിക്കാൻ വിദേശത്ത് നിന്ന് ശക്തമായ പരിശ്രമങ്ങൾ നടക്കുന്നു എന്ന് വ്യക്തമാക്കി. എന്നാൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിദേശ മാധ്യമങ്ങളുടെ പേരെടുത്ത് പറയുക തന്നെ ചെയ്തു. അദ്ദേഹം വെളിപ്പെടുത്തുന്നത് വിദേശ മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ വിമർശിക്കുന്നത് അവർക്കിവിടെ നിന്ന് ആവശ്യത്തിനുള്ള വിവരം ലഭിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് അവരും വിചാരിക്കുന്നത് നമ്മുടെ ഇലക്ഷനിൽ അവരും പൊളിറ്റിക്കൽ പ്ലേയേഴ്സ് ആണെന്നാണ്. And if they criticize our democracy, it's not because they lack information. It is because they think they are also political players in our election. ന്യൂയോർക്ക് ടൈംസിൽ ഈ അടുത്ത് വന്ന ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നു എന്നാണ്. ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് BJPക്ക് വിചാരിച്ചതിനേക്കാൾ കുറവ് സീറ്റ് കിട്ടാനാണ് സാധ്യതയെന്ന കിംവദന്തികൾ ഇവിടെ പരക്കുന്നു. റോയിറ്റർ പറയുന്നതും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. വോട്ടിംഗ് ശതമാനം കുറയുന്നത് മോദിപക്ഷത്തെ ആശങ്കയിലാക്കുന്നു എന്നാണ് ഇവരുടെ റിപ്പോർട്ട്. അതുപോലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ US അതിനെതിരെ സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കുകയുണ്ടായി. ജർമ്മൻ ഫോറിൻ മിനിസ്റ്ററും അനാവശ്യ ഇടപെടലുകൾ നടത്താൻ ശ്രമിച്ചു. കെജ്രിവാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി 2 സംസ്ഥാനങ്ങൾ അധികാരത്തിലിരിക്കുന്നു. നീതിക്കായി അദ്ദേഹത്തിന് കോടതിയെയും പ്രമുഖരായ വക്കീലന്മാരെയും സമീപിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. എന്നിരിക്കെ വിദേശ രാജ്യങ്ങൾ എന്തുകൊണ്ടാണിതിൽ അമിത താൽപര്യം കാണിക്കുന്നത്? അടുത്തത് കാനഡയാണ്. ഖാലിസ്ഥാനി തീവ്രവാദിയെ ഇന്ത്യ കൊന്നു എന്ന ആരോപണമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അവിടുത്തെ പ്രധാനമന്ത്രി രംഗത്ത് വരുന്നത്. ഇവർക്കൊക്കെ കനേഡിയൻ വിസ നൽകുമ്പോഴേ ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളാണ് ഇവരെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുള്ളതുമാണ്. Number of gangland people, number of people with organized crime links from Punjab have been made welcome in Canada. These are wanted criminals from India. രാജ്യത്ത് വേണ്ടതിലധികം കൊള്ളയും കൊലയും ഗുണ്ടായിസവും ഒക്കെ നടത്തിയിട്ടാണ് ഇവരൊക്കെ കാനഡയിൽ കുടിയേറിയത്. ആ നിലയ്ക്ക് അവരോട് കുടിപ്പകയുള്ളവർ പിന്തുടരുക സ്വാഭാവികം. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന സംഭവത്തിൽ കാനഡയ്ക്ക് കൊലപാതകം നടത്തിയ പ്രതികളെ കിട്ടിയത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്താണെന്ന് മാത്രം. എന്നാൽ കേന്ദ്രം പറയുന്നത് പ്രതികളെ പിടികൂടിയത് സംബന്ധിച്ച് യാതൊരു വിവരവും ഔദ്യോഗികമായി തങ്ങൾക്ക് പങ്കുവച്ചിട്ടില്ലെന്നാണ്. ഇതിൽ നിന്ന് തന്നെ സംഭവത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ താൽപര്യം വ്യക്തമാവുകയാണ്. No specific or relevant evidence or information has been shared by the Canadian authorities in regard to this particular matter. വിദേശ മാധ്യമങ്ങൾ ആരോപിക്കുന്നത് വേണ്ടത്ര വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഇന്ത്യക്കാർ ശക്തിമാനെന്ന് തോന്നുന്ന ഒരു നേതാവിനങ്ങ് വോട്ട് ചെയ്യുകയാണെന്നാണ്. പക്ഷേ ഇവർ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോളം പഴക്കമുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനെന്ന വസ്തുതയാണ്.